ഉണ്ട്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ബീഫ് എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് പശു ഇറച്ചിയല്ല കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ പശുവിനെ വളർത്തി നമ്മളൊക്കെ പാല കുടിച്ച് അങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാരാണ്. അപ്പം അത് ഫസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ അയലൊക്കെ വീട്ടിലൊക്കെ പോയി ഞാൻ ഈ പശുവിന്റെ പാലൊക്കെ കുടിച്ച് അങ്ങനെ നമ്മളൊരു ഗോമാതാവ് ആ ഒരു സാധനത്തിലേക്കല്ലോ. ബീഫ് എന്ന് പറഞ്ഞാൽ പക്ക ബഫല്ലോ പോത്തിറച്ചി അത് ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ എൻ്റെ ഇപ്പോഴൊക്കെ തിരിഞ്ഞില്ലേ? അത് ശരി. എന്നിട്ട് നമ്മൾ നിർത്തി. എനിക്കറിയില്ല, അതെനിക്കറിയില്ല. പോലെ ഇതിലിനി ബാക്കിണ്ടേ എങ്ങടെയൊക്കെ പോണേ ഉണ്ടെടുത്ത് ചോദിച്ചു നോക്കൂ. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ കഴിക്കുക, ബീഫ് കഴിക്കോ, ശുദ്ധമായിട്ടുള്ള പോത്തിറച്ചി എന്നാ കഴിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ. നമ്മൾ ഈ കളവ് പറയുന്ന പരിപാടി നിങ്ങളെ പോലെ ഇല്ല. ഇവരെന്താ വെച്ചാല് ഇവര് ഇപ്പൊ എന്തൊക്കെ ഞങ്ങള് BJP കാരനെ ഇറക്കി. ഇത് വേറെ സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾക്ക് അറിയാത്തോണ്ടാ. ഇനി ഈ മൂപ്പരത്തേക്കൊന്നും പോണ്ട. കുൽച്ചയുടെ കൂട്ടത്തിൽ നമ്മൾ കഴിക്കുന്നത് ഇത് ബീഫാണ്. ലക്നൌവിൽ വന്നിട്ട് ബീഫ് അടിപൊളി ഇത് ബീഫിന്റെ ലെഗ് പീസും പിന്നെ മജ്ജയാണ് ഈ കിടക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇതെന്താ സംഭവം? ഇതെന്താ പീസും മീറ്റിന്റെ പീസും മജ്ജി അതാണ് ഈ കിടക്കുന്നത്. അപ്പൊ ഇത് മുക്കി വേണം കഴിക്കാനായിട്ട്. അതെന്താ പറയുക, ഇടയ്ക്ക് പൊട്ടക്കിണർന്ന് പുറത്തേക്ക് ഇറങ്ങണം. നമ്മൾ ഈ മറ്റേ റിയാലിറ്റി ഷോ പോലെ ആവില്ലേക്കാ. ലോകം വലുതല്ലേ, ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇവരിങ്ങനെ ഉന്തിത്തള്ളി തരുന്ന സാധനങ്ങൾ കഴിച്ച് നമ്മുടെ ബുദ്ധി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ വള്ളിത്തരങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേ. ലക്നൗവാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ച സ്ഥലം. അവിടെ പോത്തിറച്ചി തന്നെ. പോത്തിറച്ചി കഴിക്കണതിന് എവിടെ ഒരു പ്രശ്നമില്ല എന്നുള്ളത്. ഇനിയും തിരിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഓർക്ക് നേരം വെളുത്താൽ തിരിയും. നിങ്ങളെപ്പോലെ അപ്പോൾ ബഹിരാകാശത്ത് പോയി നിങ്ങൾ താഴ്ത്തിക്ക് ഇറങ്ങിയില്ലേ, അതേപോലെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് കലങ്ങും. ഇരിക്കുന്നുണ്ടല്ലേ കുറെ റെക്കഗ്നീഷൻസ് ഒക്കെ. പിന്നെ ഇതാണ് ഇവിടുത്തെ മെനു കാർഡ്. കാണുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ണിച്ചേട്ടൻ ഓർഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് കഴിക്കാതിരിക്കണവരേ എന്തായാലും ഇതര മതവിശ്വാസികളാ, ഹിന്ദു നാമധാരികളാണ്. ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാലത്ത് തന്നെ ഓരോന്ന് തട്ടറേണ്ടില്ല. എന്നിട്ടാണോ ഇക്ക നിങ്ങൾ ഇജാതി വള്ളിത്തരങ്ങൾ നമ്മുടെ നാട്ടിലിറക്കണേ? കിട്ടുമ്പോൾ ലക്നൗക്ക് പോയിട്ട് വരിക, ലേശം നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.